അമ്മയ്ക്കൊപ്പം ചായക്കടയിൽ അഭയയുണ്ട്. സ്കൂൾ കഴിഞ്ഞാൽ നേരെ എത്തുന്നത് കടയിലേക്കാണ്. ജോലിയും പഠനവും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന 8ാം ക്ലാസ്സുകാരി നാടിന് തന്നെ മാതൃകയാവുകയാണ്. വിഴിഞ്ഞം കല്ലുവെട്ടാംകുഴി സ്വദേശികൾ നടത്തുന്ന കടയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ജോലിക്കാര്യങ്ങളിൽ പങ്കുചേരാൻ മകളെത്തി. എത്തിയതിലെ ആശ്വാസവും സന്തോഷവും ചെറിയ പുഞ്ചിരിയിലുണ്ട്. സ്കൂൾ യൂണിഫോം മാറ്റി ഇത്തരത്തിൽ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്താൻ തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു. ഒന്ന് തിരക്കൊഴിയുമ്പോൾ 8ാം ക്ലാസ്സുകാരി പഠനത്തിൽ മുഴുകും. ഞാൻ സ്വയം ഇഷ്ടത്തിനാണ് വന്ന് നിൽക്കുന്നത്. ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല കൊണ്ടുവരുന്നത്. കുറെ പേര് പറയുന്നുണ്ട് ഇവിടെ ഫോഴ്സ് ചെയ്ത് കൊണ്ട് നിർത്തിക്കുന്നതാണ് എന്നെ. അങ്ങനെയല്ല, IPS ആവണമെന്നാണ്. പ്രത്യേകിച്ചുകാരൻ എന്നെ സഹായിക്കണം. IPS ആകണമെന്ന ആഗ്രഹത്തിന് പിന്നിൽ ആളുകളെ സഹായിക്കണമെന്ന ചിന്തയാണ്. ഞാനിവിടെ 2 വർഷമായി കട തുടങ്ങിയിട്ട്. 2 വർഷം കൊണ്ട് മോളെ എന്റെ കൂടെ ഉണ്ട് സഹായത്തിന്. അവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് അവൾ വന്നിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട്. അഭയ വലിയ ലക്ഷ്യത്തിന് പിന്നാലെയുള്ള യാത്രയിലാണ്. യാത്രയിൽ കടന്നുപോകുന്ന ഓരോ വഴിയിലെയും അനുഭവങ്ങൾ വേണ്ട പാകത്തിൽ സ്വയം രുചിച്ചറിയുകയാണ്. വിഴിഞ്ഞം കല്ലുവെട്ടാംകുഴി ബൈപ്പാസ് റോഡിലെ ചായക്കടയിലെത്തിയാൽ എന്തു വേണമെന്ന് ചോദിച്ച് ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കുന്ന വിദ്യാർത്ഥിനിയെ കാണാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അഭയയുടെ മുഖത്തെ ആ പുഞ്ചിരിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ? കൂടുതൽ വിശേഷങ്ങൾ പറയാൻ രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേർന്നുണ്ട്. രാഹുൽ, എത്ര കുട്ടികൾ ഇതിനൊക്കെ തയ്യാറാകുമല്ലേ? കാരണം സ്കൂൾ കഴിഞ്ഞ് വന്നാൽ തന്നെ മടിയായി എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് അഭയ പറയുന്നുണ്ട്, എന്നെ ആരും നിർബന്ധിച്ചല്ല ഞാൻ നിൽക്കുന്നത്, അമ്മയെ സഹായിക്കാൻ വേണ്ടി വന്നതാണെന്ന് അഭയ പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആ ഒരു കട അവർക്കൊരു വീട് പോലെ കൂടിയാണല്ലേ. അഭയ ബാക്കി സമയം അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. വേറൊരു കുഞ്ഞ് അവിടെ ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നതൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അത് തന്നെയാണ്. കാരണം ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ സാഹചര്യം എന്താണോ ഒന്നെങ്കിൽ അതിനെ മറികടക്കുക, അല്ലെങ്കിൽ അതിനൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. ഇവിടെ വിദ്യാർത്ഥിനിയാണ്, പഠിക്കണം, നമ്മളെ ആലങ്കാരികമായി ഒഴുക്കിനെതിരെ നീന്തുക എന്നൊക്കെ പറയും. അത് പറഞ്ഞ് അങ്ങ് പോകുന്നത് അത്ര എളുപ്പമല്ല ആ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം നേരിടുക എന്നുള്ളത്. കാരണം ഇപ്പോൾ പല സാഹചര്യങ്ങളിൽ പലരും പല രീതിയിൽ പഠിച്ച് മുന്നേറിയ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ് മുന്നിലുള്ളത്. അമ്മ ഇങ്ങനെ കടയിൽ ജോലി ചെയ്യുകയാണ്. ഒരുപക്ഷെ വീട്ടിൽ വന്ന് അമ്മയ്ക്ക് സ്നേഹം പങ്കിടണമെങ്കിൽ അമ്മയുടെ ആരോഗ്യം അത് കൃത്യമായി നന്നായിരിക്കണം. ഒപ്പം അമ്മയുടെ തിരക്ക് കുറയ്ക്കാൻ, അങ്ങനെ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി അമ്മയുടെ സമയം നേരത്തെ വീട്ടിൽ വരാൻ കഴിയുമെങ്കിൽ, ജോലി പൂർത്തിയാക്കി നേരത്തെ വീട്ടിൽ വരാൻ കഴിയുമെങ്കിൽ അതിന് ഞാൻ പങ്കുകൊള്ളട്ടെ എന്ന് കരുതിയ ഒരു സ്നേഹത്തിൻ്റെ, അതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്തത്തിൻ്റെ മനോഭാവമാണ് ഇവിടെ ഈ വിദ്യാർത്ഥിനി നമുക്ക് കാട്ടിത്തരുന്നത്. കാരണം ഇതെല്ലാം പറയുമ്പോഴും ഒഴിവ് സമയത്ത് പഠിക്കാൻ ഇനി വീട്ടിലേക്ക് പോയി പഠിക്കുക എന്നുള്ളൊരു മാർഗ്ഗമില്ല. പരീക്ഷയാകുമ്പോൾ മാത്രമാണ് ഈ കടയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അങ്ങനെ ഈ തൊഴിലിടത്തിൽ വന്ന് ആ തൊഴിലിൻ്റെ ഭാഗമായി ഒപ്പം പഠനം കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് മാതൃകാപരം തന്നെയാണ്. ഒരുപക്ഷെ ഒരു ദിവസം മോളെ കണ്ടില്ലെങ്കിൽ പരീക്ഷയാണോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ നിരവധി ആളുകൾ, കടയിൽ എത്തുന്നവർ കൂടി സ്നേഹം പങ്കുവയ്ക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇവിടെയുണ്ട്. എന്തായാലും ഇത് എന്താ പറയുക, ഈ ഒരു മനോഭാവം നിസ്സാരമല്ല. കാരണം IPS ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ IPS ആകുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് സഹായിക്കാൻ വേണ്ടിയാണ്. ആ സഹായം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു സ്നേഹത്തിൻ്റെ മനോഭാവം ഇവിടുന്നേ പരിശീലിച്ച് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലെത്തിയാലും ചുറ്റുമുള്ള മനുഷ്യരെ സഹായിക്കാൻ തൽപരയായി ഈ വിദ്യാർത്ഥിനി ആ നാട്ടിലുണ്ടാകും എന്നുള്ളത് തീർച്ച തന്നെയാണ്. ഒപ്പം ഞാൻ സ്റ്റോറിയിൽ അവസാനം സൂചിപ്പിച്ചതുപോലെ മനോഹരമായ പുഞ്ചിരിയാണ്. വളരെ ആത്മവിശ്വാസമുള്ള, ആളുകൾക്ക് സന്തോഷം തിരിച്ചു നൽകാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുഞ്ചിരി നമുക്ക് ഈ ഫ്രെയിമിലൊക്കെ ആ മോളുടെ ഭാഗത്തു നിന്ന് കാണാം. അപ്പോൾ എന്തായാലും സന്തോഷമുള്ള ഫ്രെയിമാണ്. പക്ഷേ അതിൽ പ്രാരാബ്ധങ്ങളുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൻ്റെയൊക്കെ വലിയ ഒരു എന്താ പറയുക, ഒരു തോന്നലുണ്ട്. ആ തോന്നലിൻ്റെ ഭാഗമായാണ് ആ വിദ്യാർത്ഥിനി പഠനത്തിനൊപ്പം ഇന്ന് അമ്മയ്ക്കൊപ്പം ആ കടയിൽ നിൽക്കുന്നത്.